പ്രഭാപൂരം. അന്തരിച്ച മഹാഗായിക പ്രഭാ ആത്രയ്ക്ക് ആദരാഞ്ജലി. ദില്ലി ദാലിയുടെ പുതിയ ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഇന്ത്യൻ ശാസ്ത്രീയ വായ്പാട്ട് സംഗീതത്തിലെ ജീവിച്ചിരുന്ന ഏറ്റവും മുതിർന്ന പാട്ടുകാരിയാണ് 91 വയസ്സിൽ വിടവാങ്ങിയിരിക്കുന്നത്. ഒരു മധ്യായുസ് ഏതാണ്ട് ജീവിച്ച് തീർത്തിട്ടാണ് പ്രഭാജി യാത്രയാകുന്നത്. എന്നിട്ടും എന്തേ നമ്മിൽ ഇത്രമാത്രം ദുഃഖം നിറയുന്നത്? വലിയ സംഭാവനകൾ നൽകി മാനവരാശിയുടെ സഞ്ചിത സംസ്കാരത്തെ കൂടുതൽ സമ്പന്നമാക്കിയ ഒരാൾ മരിക്കുമ്പോൾ മരണമെന്നത് സർവ്വസാധാരണ വിവക്ഷകളുള്ള പ്രതിഭാസത്തിനും അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ ആദരാഞ്ജലിയിലുടനീളം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അവരുടെ ഒരു ഗാനം മാത്രമാണ്. പകർപ്പവകാശമുള്ള ഈ ലോകത്ത് ദില്ലി ദാലി പോലുള്ള എളിയ സംരംഭങ്ങൾ എങ്ങനെയാണ് ഒരു മഹാഗായികയ്ക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകുക എന്ന ചോദ്യം ഈ അവസരത്തിൽ എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. പകർപ്പവകാശത്തെ അതേസമയം ചോദ്യം ചെയ്യാനും ഞാൻ ആളല്ല. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ കേൾവി സംസ്കാരത്തെ 1990-കൾ മുതൽ വളരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു കലാജീവിതത്തിൻ്റെ അസ്തമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അലട്ടുന്ന ഒരു ധർമ്മസങ്കടം പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാ ആത്രേ പാടിയ യമൻ കല്യാൺ എന്ന രാഗമാണ്. ഡോക്ടർ പ്രഭാ ആത്രേ ഫൗണ്ടേഷൻ നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്ന സ്വരാർപ്പൺ സീരീസിലെ ഒരധ്യായമാണ് 53 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ആലാപനം. അതിലെ കുറച്ച് ഭാഗങ്ങളാണ് ഈ പോഡ്കാസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ കാലഗണന പ്രകാരം യമൻ കല്യാൺ ഒരു സായാഹ്ന രാഗമാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ സുപ്രധാന രാഗങ്ങളിലൊന്നായ യമൻ കുടുംബത്തിൽപ്പെട്ട രാഗമാണ് ഇത്. എന്തു പറഞ്ഞ് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല ഈ ചരമോപചാരം. ഒരു ബൃഹത്തായ ചരിത്ര സ്മാരകത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെയുള്ള വിനീത ഭാവമാണ് എൻ്റെ പോഡ്കാസ്റ്റർ എന്ന സത്വത്തെ ഇപ്പോൾ പൊതിഞ്ഞു നിൽക്കുന്നത്.
എന്താണ് ഒരു ചരിത്ര സ്മാരകവും ജീവിതം തുടിക്കുന്ന ഒന്നും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളതാണ്. ഏതൊരു ഘട്ടത്തിലാണ് ഒരു കെട്ടിടം ഒരു ചരിത്ര സ്മാരകം മാത്രമായി മാറുന്നത്? ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, അതും പ്രഭാ ആർത്രയെ പോലെയുള്ള മഹൽ ജീവിതങ്ങളെ സംബന്ധിച്ചിടത്തോളം, മരണമാണോ ആ സ്മരണയെ ഒരു ചരിത്ര സ്മാരകമാക്കി മാറ്റുന്നത്? ഇന്നു മുതൽ ഇനി പ്രഭാ ആർത്രേ എന്നത് ശബ്ദലേഖനങ്ങൾ മാത്രമായി മാറുകയാണോ? അവരുടെ സർഗക്രിയ ഇനി എങ്ങനെയാണ് തുടരുവാൻ പോകുന്നത്? ആ ജീവിതം അവസാനിക്കുന്നതോടുകൂടി അവരുടെ സംഗീതം എന്ന സർഗപ്രക്രിയ ഒടുങ്ങുന്നുണ്ടോ? അതോ വീണ്ടും നമ്മിലത് പ്രവർത്തിക്കുമോ? നമ്മുടെയൊക്കെ കേൾവി സംസ്കാരത്തെ കൂടുതൽ ഉത്തരവാദിത്വപൂർണമാക്കി അവരുടെ സംഗീതത്തിൽ ഇതുവരെ നമുക്ക് ശ്രദ്ധിക്കുവാൻ ഭാഗ്യമില്ലാതെ പോയ, നമുക്ക് കഴിവില്ലാതെ പോയ കാര്യങ്ങളെ എത്തിപ്പിടിക്കുവാൻ ശ്രമിക്കുക വഴി അവരിൽ ഒരു സർഗക്രിയ ശമനമില്ലാതെ തുടരുകയില്ലയോ? ആ ചിന്തയാണ് എന്നെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത്. പ്രഭാ ആർത്രയുടെ മരണം ഒരു ചരിത്രഘട്ടത്തിൻ്റെ അവസാനമാണ്. ഘരാന ഘരാന എന്ന ഹിന്ദുസ്ഥാനി സംഗീത സമ്പ്രദായത്തിൻ്റെ പ്രോദ്ഘാടകനായി അറിയപ്പെടുന്ന ഉസ്താദ് അബ്ദുൽ കരീം ഖാൻ സാഹിബ് എന്ന ഇതിഹാസ സംഗീതജ്ഞൻ്റെ മക്കളായിരുന്ന സുരേഷ് ബാബു മാനെ, ഹീരാബായി ബറോദേക്കർ എന്നിവരിൽ നിന്നും നേരിട്ട് സംഗീതം അഭ്യസിച്ച തലമുറയിൽ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ കണ്ണിയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൻ്റെ അന്ത്യമെന്ന് നാം പറയാറില്ലേ, അങ്ങനെയൊന്നാണ് സംഭവിച്ചിരിക്കുന്നത്. 2024 ജനുവരി മാസം 13 91 വയസ്സിൽ പ്രഭാ ആർത്രേ അന്തരിച്ചു. അവർ ബാക്കി വെച്ചുപോയ അപാരമായ സംഗീത ശബ്ദശേഖരം അതിനാൽ ജനുവരി 13 മുതൽ ഒരു ചരിത്ര സ്മാരകമായി മാറിയിരിക്കുന്നു. 1932 സെപ്റ്റംബർ 13 അബാ സാഹിബിൻ്റെയും ഇന്ദിരാബായി ആർത്രയുടെയും മകളായി പൂനെയിലാണ് പ്രഭാ ആർത്രേ ജനിച്ചത്. ഗുരുശിഷ്യ പാരമ്പര്യ വിധിപ്രകാരമാണ് പ്രഭാ ആർത്രേ സുരേഷ് ബാബു മാനെയുടെ കീഴിൽ സംഗീതാഭ്യസനം തുടങ്ങിയത്. നമുക്കറിയാം 1937 ഉസ്താദ് അബ്ദുൽ കരീം ഖാൻ അന്തരിച്ചത് എന്ന്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ താരാബായി മാനെ അബ്ദുൽ കരീം ഖാനിൽ നിന്നും 1922 വേർപിരിഞ്ഞതിനാൽ, വൈവാഹിക ബന്ധം വേർപെട്ടു പോയതിനാൽ ബാലികയായിരുന്ന പ്രഭാ ആർത്രേ ഉസ്താദ് അബ്ദുൽ കരീം ഖാനെ ഒരുപക്ഷെ കണ്ടിരിക്കാനിടയില്ല. കിരാന ഘരാനയുടെ സ്വാധീനം മാത്രമല്ലായിരുന്നു പ്രഭാ ആർത്രയിൽ ഉണ്ടായിരുന്നത്. അവർ തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് ഉസ്താദ് ആമീർ ഖാൻ ഖയാൽ സംഗീതത്തിലും ഉസ്താദ് ബഡേ ഗുലാം അലി ഖാൻ തുമ്രി സംഗീതത്തിലും തന്നെ സ്വാധീനിച്ചിട്ടുള്ള കാര്യം. പ്രഭാ ആർത്രയെ അവരുടെ തലമുറയിലെ മറ്റ് സംഗീതജ്ഞരിൽ നിന്നും വ്യത്യസ്തയാക്കിയ ഒരു പ്രധാന ഘടകം സംഗീതത്തിനപ്പുറമായി അവർക്കുണ്ടായിരുന്ന വിദ്യാഭ്യാസ സാഹചര്യങ്ങളായിരുന്നു. പ്രശസ്തമായ പൂനെയിലെ ഫർഗൂസൺ കോളേജിൽ നിന്നും 1950കളിൽ ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആളായിരുന്നു പ്രഭാ ആർത്രേ. മാത്രമല്ല, ലണ്ടനിലെ ട്രിനിറ്റി കോളേജിൽ നിന്നും പാശ്ചാത്യ ശാസ്ത്രീയ സംഗീത സിദ്ധാന്തം അവർ പഠിച്ചു. പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൽ അവർക്കുണ്ടായിരുന്ന അവഗാഹം ആ ശബ്ദ സംസ്കാരത്തെ, ആ വോയിസ് കൾച്ചറിനെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത്. അപാരമായ നാദസുഖത്തിൻ്റെ ശ്രുതിബദ്ധമായ ശയ്യയിലായിരുന്നു പ്രഭാ ആർത്രയുടെ രസയാത്ര.
പൂർണ്ണമായും പാട്ടിൻ്റെ ലോകത്തേക്ക് കടക്കുന്നതിന് മുൻപ് ഹ്രസ്വമായ കാലത്ത് പ്രഭ ആർത്രേ മറാത്തി നാടകവേദിയിലും ഉണ്ടായിരുന്നു. മറാത്തി നാടക ചരിത്രത്തിലെ തന്നെ സുപ്രധാന സംഗീത നാടകങ്ങളായി ഗണിക്കപ്പെട്ടു പോരുന്ന സൻഷയ് കല്ലോൽ, മന അപമാൻ, വിദ്യാഹരൻ മുതലായ നാടകങ്ങളിൽ പ്രഭ ആർത്രേ അഭിനയിച്ചിട്ടുണ്ട്. ഈ പോഡ്കാസ്റ്റിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ പ്രഭ ആർത്രേ പാടിയ യമൻ കല്യാൺ രാഗമാണ്. മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ ഡോക്ടർ പ്രഭ ആർത്രേ പറഞ്ഞിട്ടുണ്ട് സുരേഷ് ബാബു മാനെ ആദ്യം പഠിപ്പിച്ച രാഗം യമൻ ആണെന്ന്. അന്ന് പ്രഭ ആർത്രയ്ക്ക് 14 വയസ്സായിരുന്നു പ്രായം. ഒരൊറ്റ വർഷം മുഴുവൻ ഒരൊറ്റ രാഗമാണ് സുരേഷ് ബാബു മാനെ അവരെ പഠിപ്പിച്ചത്. പ്രഭ ആർത്രയുടെ വാക്കുകൾ തന്നെ ഞാനിവിടെ ഉദ്ധരിക്കാം. പ്രഭ ആർത്രേ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഞാനിനി പറയുന്നത്. സുരേഷ് ബാബു മാനെ എപ്പോഴും മൗലികതയും മേന്മയും അന്വേഷിച്ച് നടന്നയാളാണ്. അതിനാൽ യമൻ എന്ന രാഗം മാത്രമാണ് അദ്ദേഹം എന്നെ ഒരൊറ്റ കൊല്ലം മുഴുവൻ പഠിപ്പിച്ചത്. വേറെന്തെങ്കിലും കൂടി പഠിപ്പിച്ചുകൂടെ എന്ന് ഞാൻ യാചിച്ചു നോക്കി. അപ്പോൾ എന്നോട് സുരേഷ് ബാബു ചോദിച്ചു, യമൻ കൃത്യമായി പാടാമെന്ന ആത്മവിശ്വാസമായോ നിനക്ക്? ആയി എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. സുരേഷ് ബാബു മാനെ പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, യമൻ പോലെയുള്ള ഒരു പ്രധാന രാഗത്തിൽ ശരിയായ പരിജ്ഞാനമുണ്ടായാൽ പിന്നെ മറ്റ് രാഗങ്ങൾ പഠിക്കുവാൻ നിനക്ക് പ്രയാസമുണ്ടാകില്ല എന്ന്. അദ്ദേഹം പറഞ്ഞത് ശരിയായി ഭവിച്ചു. എൻ്റെ ജീവിതത്തിൽ യമൻ നന്നായി പഠിച്ചതിനാൽ എനിക്ക് മറ്റു രാഗങ്ങൾ പഠിക്കുവാൻ പിന്നീട് വലിയ പ്രയാസമൊന്നും നേരിട്ടില്ല. മറ്റൊന്നുകൂടി തൻ്റെ ഗുരുവിനെക്കുറിച്ച് ഡോക്ടർ പ്രഭ ആർത്രേ പറഞ്ഞു. അതുകൂടി ഞാൻ പറയാം. അതിതാണ്, ഗുരുവിനെപ്പോലെ തന്നെ പാടണമെന്ന് ഒരിക്കലും സുരേഷ് ബാബു മാനെ എന്നോട് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് മറിച്ചായിരുന്നു. താൻ പാടാത്ത സ്വര സംയോഗങ്ങൾ പരീക്ഷിക്കുവാൻ അദ്ദേഹം എപ്പോഴും എന്നോട് പറയുമായിരുന്നു. സുരേഷ് ബാബു മാനെയാണ് എന്നെ സ്വതന്ത്രയാക്കിയത്. പ്രഭ ആർത്രയുടെ നിര്യാണത്തോടുകൂടി കിരാന ഘരാനയിലെ ഒരു വലിയ നാദശുദ്ധി കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞിരിക്കുകയാണ്. പാണ്ഡിത്യ പ്രദർശനത്തിനുമപ്പുറം മധുരിമയാണ് കിരാന ഘരാനയുടെ ഒരു മുഖമുദ്ര. ഒരാൾ അധോമുഖിയായി സ്വയം ചിന്തിക്കുന്നതിൻ്റെ ഒരു മാധുര്യം പ്രഭ ആർത്രേ പാടുമ്പോഴുണ്ട്. സ്വന്തം സംഗീതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡോക്ടർ പ്രഭ ആർത്രേ ഒരിക്കൽ പറഞ്ഞു, തൻ്റെ സംഗീതം പ്രാഥമികമായും കിരാന ഘരാനയിൽ പെടുന്നു എന്ന്. എന്നാൽ ഞാൻ അതിൻ്റെ ആധുനികമായ ഒരു ഘട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. എൻ്റെ സംഗീതത്തെ ലോകസംഗീതം തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് ലഭിച്ച ആധുനിക വിദ്യാഭ്യാസം എന്നെ ഒരു പ്രത്യേക സമ്പ്രദായത്തിൽ നിന്നും സ്വതന്ത്രയാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക സമ്പ്രദായത്തിൻ്റെ തടവിൽ കിടക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ സംഗീതത്തിൽ ഇനി പറയുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വര സൗന്ദര്യം, നാദശുദ്ധി. മറ്റൊന്ന്, വൈകാരിക ഭാവം. ആലാപത്തിലും സ്വരപ്രസ്ഥാരത്തിലും ഞാൻ തിരഞ്ഞെടുക്കുന്ന സവിശേഷ സഞ്ചാരങ്ങൾ. ഖയാലിലും തുമ്രിയിലും പ്രചുരപ്രചാരത്തിലല്ലാത്തവ ഞാൻ പാടിയാലും സങ്കീർണതകൾ ഉള്ളത് പാടാതിരിക്കുവാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. സാമ്പ്രദായികമായിട്ട് മാത്രമേ ഞാൻ രാഗങ്ങൾ പ്രാഥമികമായും അവതരിപ്പിക്കാറുള്ളൂ. താനുകളിൽ വേഗത വരുമ്പോൾ വ്യക്തത കൈമോശം വരാതിരിക്കുവാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. സർഗത്തിന് കൊടുക്കേണ്ട സവിശേഷ പ്രാധാന്യം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. രാഗങ്ങളിലും ഗമകങ്ങളിലും കർണാടക സംഗീത ശൈലിയുമായുള്ള അടുപ്പം പാലിക്കുവാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു.
പ്രഭാപൂരം. അന്തരിച്ച മഹാഗായിക പ്രഭാ ആർത്രയ്ക്കുള്ള ആദരസൂചകമായ ദില്ലി ദാലി പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവം, എസ് ഗോപാലകൃഷ്ണൻ. പ്രഭാ ആർത്രയെ പാടിയ യമൻ കല്യാൺ കുറച്ചുകൂടി കേട്ടാലും.